ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK മാത്സ്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ രണ്ട് ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു. കുറച്ച് ടെർമിനോളജികളും കുറച്ച് ഇക്വേഷൻസുകളും എല്ലാം നന്നായിട്ട് പഠിച്ചു. സ്ക്വയർ പിരമിഡിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതിന്റെ ബാലൻസ് കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത കണക്ക് നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ 4ാമത്തെ കണക്ക്. വളരെ സിമ്പിൾ ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം നമുക്കൊന്ന് നോക്കാം. ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. അതായത് ഒരു സ്ക്വയർ പിരമിഡിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോഴേ ഒരു സ്ക്വയറും എത്ര ത്രികോണങ്ങളും വരും? 4 ത്രികോണങ്ങളും കൂടെ ചേരുന്നതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. അതിൻ്റെ അകത്ത് ഈ ബേസിന്റെ പെരിമീറ്റർ നമുക്കറിയാം, ഇതാണ് ബേസ്. ഈ ബേസിന്റെ പെരിമീറ്റർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബേസിന്റെ പെരിമീറ്റർ ഓഫ് ദ ബേസ് എന്ന് പറഞ്ഞാൽ ബേസിന്റെ പെരിമീറ്റർ ആണ് ഈ 40. നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ പെരിമീറ്റർ അല്ലെ, സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? 4a ആണ് തന്നിരിക്കുന്ന 40 എന്ന് പറയുന്നത് അല്ലെ. പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a ആണ്. ആ 4a ആണ് 40. ഇതിന്റെ അകത്ത് നമുക്ക് a ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 40/4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 10. അപ്പൊ a നമുക്ക് കിട്ടി. എന്താണ് a? ദാറ്റ് ഈസ് ബേസ് എഡ്ജ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ ഞാനത് പറഞ്ഞിരുന്നു. ടെർമിനോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വന്നോ എന്താണ്? ബേസ് എഡ്ജ് ആണ്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് ചോദിക്കുക. ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഓൾ ഇറ്റ്സ് എഡ്ജസ്. എല്ലാ എഡ്ജുകളുടെയും, ഒരു സ്ക്വയർ പിരമിഡിന്റെ അകത്ത് ആകെയുള്ള എഡ്ജുകൾ എന്ന് പറയുന്നത് ബേസ് എഡ്ജ് 4 എണ്ണം, അതേപോലെ തന്നെ ലാറ്ററൽ എഡ്ജുകളുണ്ട് അല്ലെ. ഈ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഇതും എന്ത് തന്നെയാണ്? എഡ്ജുകൾ തന്നെയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ എഡ്ജ്. ഈ എല്ലാ എഡ്ജുകളും കൂടെ ചേർത്താണ് 92 ഉള്ളത്. അതിൽ ബേസ് എഡ്ജുകളുടെ തുക, അതായത് ബേസിന്റെ ഈ 4 ബേസ് എഡ്ജുകളും കൂടെ ചേർന്ന് 40 ഉണ്ടെങ്കിൽ മിച്ചമുള്ള റിമൈനിങ് എഡ്ജസ് എന്ന് പറയുന്നത് ഈ 92 നിന്നും ഈ 40 കുറയ്ക്കുന്നതായ 52 ആയിരിക്കത്തില്ലേ മിച്ചമുള്ള എഡ്ജുകൾ. ഈ മിച്ചമുള്ള എഡ്ജ് എന്ത് എഡ്ജായിരിക്കും? ഈ ലാറ്ററൽ എഡ്ജുകളായിരിക്കും അല്ലെ. നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടൽ 8 ലാറ്ററൽ എഡ്ജുകൾ വരും. പക്ഷേ ഈ 8 ലാറ്ററൽ എഡ്ജുകളും കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഈ 8 ലാറ്ററൽ എഡ്ജുകളും കൂടെ ചേർത്ത് വെച്ച് നമ്മളൊരു പിരമിഡ് ഉണ്ടാക്കിയാൽ ആ പിരമിഡിന് 4 എഡ്ജേ കാണത്തുള്ളൂ. സത്യമല്ലേ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ 52നെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 52നെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. ഈ 13 ആണ് നമ്മുടെ ലാറ്ററൽ എഡ്ജ് ഇ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബേസ് എഡ്ജ് എയും കിട്ടി, ലാറ്ററൽ എഡ്ജ് ഇയും കിട്ടി. ഇനി പാടൊന്നുമില്ല. ഇനി എന്തും കൂടെ മതി? എല്ലും കൂടെ മതി അല്ലെ. അതിനുവേണ്ടി നമ്മൾ പഠിച്ചു എല്ലിന്റെ ഇക്വേഷൻ L² ഈസ് ഈക്വൽ ടു E² മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു L² ഈസ് ഈക്വൽ ടു ഇയുടെ സ്ഥാനത്ത് 13ന്റെ സ്ക്വയർ മൈനസ് a എന്ന് പറയുന്ന 10 ആണ്. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു L² ഈസ് ഈക്വൽ ടു 169 മൈനസ് 25. ദാറ്റ് ഈസ് L² ഈസ് ഈക്വൽ ടു 144. ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു √144. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. L ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 12. അപ്പൊ a കിട്ടി, E കിട്ടി, L കിട്ടി. എല്ലാം വേണ്ടതെല്ലാം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ. കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഇക്വേഷൻ ഈസ് എന്താണ്? a² + 2a. വൃത്തിയായിട്ട് ആ വാല്യൂസ് എല്ലാം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് ആൻസർ കിട്ടും. എയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 10ന്റെ സ്ക്വയർ പ്ലസ് 2 × 10 × 12. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 100 പ്ലസ് ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 240. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 340 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എല്ലാം 8 എണ്ണം ഉണ്ട്. പക്ഷെ ഈ 2 ഈകൾ ചേർന്ന് അടുപ്പിച്ച് വെക്കാൻ നേരം അത് എത്ര ആയി മാറും? 1 ആയി മാറും. ആ ഫിഗർ നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി. ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആ ഫിഗറിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ക്യാൻ വി മേക്ക് എ സ്ക്വയർ അല്ലെ. നോക്കുക, ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ്. നമുക്ക് സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ സാധിക്കുമോ? എങ്ങനെയുള്ളത്? ലാറ്ററൽ സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്കൊരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കറിയാം, ഇതിലെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്ന സ്ക്വയറും
അതിന്റെ 4 ഇതാണ് നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയകൾ അല്ലെ. ലാറ്ററൽ സർഫസുകൾ ഇതാണ് നമ്മുടെ ബേസ്. ഈ ലാറ്ററൽ സർഫസുകളുടെ ഏരിയയും ഈ ബേസിന്റെ ഏരിയയും തുല്യമായി വന്നാൽ ഒരു കാരണവശാലും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല, സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ആ ത്രികോണങ്ങൾ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെക്കാൻ നേരം ഈ സ്ക്വയറിന്റെ അകത്തോട്ട് അങ്ങ് മടങ്ങിപ്പോകും. നമുക്കൊരു 3D രൂപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാറ്ററൽ സർഫസ് ഏരിയയും അതേപോലെ ബേസ് ഏരിയയും തുല്യമായിട്ട് വന്നാൽ, ലാറ്ററൽ സർഫസ് ഏരിയയും ബേസ് ഏരിയയും തുല്യമായിട്ട് വന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ക്വയർ പിരമിഡ് എന്തെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ ഈ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസുകൾ. ഇപ്പൊ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ ഈ ചാപ്റ്റർ അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോകാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനല് മറ്റുള്ളവരിൽ എത്തിക്കണം. വേറൊന്നുമല്ല, മറ്റുള്ളവരിൽ എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇനി ഞാൻ എഴുതുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും